ഹലോ സ്റ്റുഡൻസ്, അപ്പം നമ്മൾ മൊഡ്യൂൾ 2 പാർട്ട് 1 ലെക്ചർ കേട്ടല്ലോ, തിയറി കേട്ടു. ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി, ഇക്വേഷൻസ് എല്ലാം കണ്ടു. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. സിലബസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ റെയിൻഫോൾ ഇൻ 3 സക്സസീവ് 8-hour പീരീഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓരോ 8-hour പീരീഡിലും ഉള്ള സക്സസീവ് ആയിട്ടുള്ള റെയിൻഫോളിന്റെ എമൗണ്ട് വന്നിട്ടുണ്ട്. 1.6 ആദ്യത്തെ 8-hour. അടുത്ത 8-hour 5.4 സെന്റിമീറ്റർ ആയിരിക്കും റെയിൻഫോൾ. അടുത്ത 8-hour 4.1 അങ്ങനത്തെ വാല്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കുന്നത്, ഇഫ് ദി ഇനീഷ്യൽ ലോസ് ഇസ് 0.6 സെന്റിമീറ്റർ, ഐയുടെ വാല്യൂ വന്നിട്ടുണ്ട്. നമ്മുടെ ഡബ്ല്യു ഇൻഡെക്സ് കാണാൻ വേണ്ടി P-R-I ചെയ്യത്തില്ലേ, അവിടെ ആ ക്യാപിറ്റൽ ഐയുടെ വാല്യൂ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ് സർഫസ് റൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് 4.7 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഡബ്ല്യു ഇൻഡെക്സ് ആൻഡ് ഫൈ ഇൻഡെക്സ്. ഞാൻ ക്വസ്റ്റിനകത്ത് ഡബ്ല്യു ഇൻഡെക്സ് എഴുതാൻ മറന്നുപോയി. ഫൈ ഇൻഡെക്സും ഡബ്ല്യു ഇൻഡെക്സും കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം അല്ലെ. ഇപ്പൊ തന്നിരിക്കുന്നത് റെയിൻഫോളിന്റെ ആ ഡെപ്തിന്റെ വാല്യൂ ആണ് ഓരോ 8 മണിക്കൂർ കൂടുമ്പോൾ ഉള്ള. അപ്പം ആദ്യത്തെ 8 മണിക്കൂറിൻ്റെത് 1.6 സെന്റിമീറ്റർ ആണ്. അതിന്റെ I1 അല്ലെങ്കിൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്, ആ 1.6 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പം എത്ര കിട്ടും, 0.2 സെന്റിമീറ്റർ പെർ അവർ എന്ന് കിട്ടി. ഇനി അടുത്ത 8-hour 5.4 സെന്റിമീറ്റർ ആണ്. അതിന്റെ I2 കാണുന്നത് 5.4 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പം 0.675 സെന്റിമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അടുത്തത് അതുപോലെ തന്നെ I3 4.1 ഡിവൈഡ് ബൈ 8 ചെയ്യുക, 0.5125 സെന്റിമീറ്റർ പെർ അവർ എന്ന് കിട്ടി. ഇപ്പം I1, I2, I3 കണ്ടുപിടിച്ചത്. അപ്പം അങ്ങനെ കണ്ടുപിടിക്കണം, കാരണം പിന്നീട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. ഇനി അടുത്തത് ഇനീഷ്യൽ ലോസ് തന്നിട്ടുണ്ട്. ഐയുടെ വാല്യൂ 0.67 സെന്റിമീറ്ററും ആറിന്റെ വാല്യൂ 4.7 സെന്റിമീറ്ററും ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പം ഡബ്ല്യു ഇൻഡെക്സ് കാണാൻ ഇക്വേഷൻ P-R-I/TE ഫൈ ഇൻഡെക്സ് P-R/TE ആണ്. ഇനി ടി എന്ന് പറഞ്ഞാൽ എന്താണ്, എഫക്റ്റീവ് ടൈം ആണ്. വെൻ ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഫൈ ഇൻഡെക്സ് ആയിരിക്കണം. അപ്പം ഫൈ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ക്വസ്റ്റിനകത്തുള്ള പിയുടെ വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്യുക അല്ലെ. പി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 3 സക്സസീവ് ടൈമിലും ഉള്ള പിയുടെ വാല്യൂ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യണമല്ലോ. 1.6 പ്ലസ് 5.4 പ്ലസ് 4.1, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, ആറിന്റെ വാല്യൂ മൈനസ് 4.7 ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 3 പ്രാവശ്യം 8 മണിക്കൂർ വെച്ചല്ലേ. അപ്പം 8 പ്ലസ് 8 പ്ലസ് 8 അപ്പം 0.267 സെന്റിമീറ്റർ പെർ അവർ എന്ന് കിട്ടി. ഇനി എന്തെടുക്കണം, ഇതല്ല നമ്മുടെ കറക്റ്റ് ആൻസർ. ഇത് കറക്റ്റ് ആൻസർ ആണോ എന്ന് ഉറപ്പിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്ക് ഇഫ് ഐ ഇസ് ഗ്രേറ്റർ ദാൻ 5. നമുക്ക് കയ്യിലുള്ള I1, I2, I3 ഇല്ലേ, ഇതെല്ലാം ഇപ്പം കിട്ടിയ ഫൈ ഇൻഡെക്സിനെ വെച്ച് നോക്കുമ്പോൾ ഗ്രേറ്റർ ആണോ നോക്കുക. അപ്പം ആദ്യത്തെ I1 എന്ന് പറയുന്നത് 0.2 ആണ്. നമ്മുടെയൊക്കെ കിട്ടിയ ഫൈ ഇൻഡെക്സ് എത്രയാണ്, 0.267 ആണ്. അപ്പം അവിടെ തന്നെ തെറ്റി. ഇവിടെ I ലെസ് ദാൻ 5 ഇൻഡെക്സ് ആണ്. അടുത്ത I2 നോക്കിയപ്പം ഓക്കെ, അത് കറക്റ്റ്, അവിടെ I2 ആണ് വലിയത്. I3 നോക്കിയപ്പോൾ I3 ആണ് വലിയത്. അപ്പം I ആയിരിക്കണം കൂടുതൽ. അപ്പോൾ ഈ കേസിൽ I1 കുറവാണ്. അപ്പം നമുക്ക് എന്തെടുക്കണം, ഒന്നുകൂടെ ഫൈ ഇൻഡെക്സ് കാണണം. എലിമിനേറ്റിംഗ് I1 എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡിവൈഡ് ബൈ ടൈം ചെയ്യുമ്പം ആ I1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8-hour റിമൂവ് ചെയ്യണം. അപ്പം എങ്ങനെയാകും, ഫൈ ഇൻഡെക്സ് എന്ന് പറയുന്നത് I1 റിമൂവ് ചെയ്തു. അപ്പം 5.4 പ്ലസ് 4.1 ഉള്ളൂ, മൈനസ് ആറിന്റെ വില അതേപോലെ ഡിവൈഡ് ബൈ 8 പ്ലസ് 8 ഉള്ളൂ, മറ്റേ 8 റിമൂവ് ചെയ്തു. അപ്പം 0.3 സെന്റിമീറ്റർ പെർ അവർ കിട്ടും. ഇനി ഇതും ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഇപ്പൊ കയ്യിലുള്ള I2ഉം I3ഉം വെച്ച് ഇതുകൊണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ഈ കേസിൽ ചെക്ക് ചെയ്യുമ്പോഴേക്കും രണ്ടും ഫൈ ഇൻഡെക്സിനേക്കാളും 0.3 കൂടുതലാണ്. അതുകൊണ്ട് തന്നെ therefore ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന്റെ ഫൈ ഇൻഡെക്സിന്റെ വാല്യൂ എത്രയാണ്, 0.3 സെന്റിമീറ്റർ പെർ അവർ. ഇനി അടുത്തത് എന്താണ്, ഡബ്ല്യു ഇൻഡെക്സ് കാണാം. അതിന് ഇക്വേഷൻ P-R-I/TE. അപ്പൊ ചെയ്യുമ്പം ആദ്യത്തെ പോലെ തന്നെ 3 precipitation കൺസിഡർ ചെയ്യുക. -4.7 മൈനസ് ഐയുടെ വാല്യൂ 0.6 ഡിവൈഡ് ബൈ 3 ടൈം ഡ്യൂറേഷൻ എടുത്തിട്ട് ചെയ്തു. അപ്പം 0.242 സെന്റിമീറ്റർ പെർ അവർ എന്ന് കിട്ടി. ഇനി ഇതും ചെക്ക് ചെയ്യണം. ഇതും അതുപോലെ തന്നെ I ഗ്രേറ്റർ ദാൻ ഡബ്ല്യു ഇൻഡെക്സ് ആണോ നോക്കണം. ആണെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഐയുടെ വാല്യൂ റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴും I1ന്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡബ്ല്യു ഇൻഡെക്സ് ആണ്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടെ ഡബ്ല്യു ഇൻഡെക്സ് കാണണം. 5.4ഉം 4.1ഉം മാത്രമേ ഉള്ളൂ. -4.7 മൈനസ് 0.6 ഡിവൈഡ് ബൈ 8 പ്ലസ് 8 ഉള്ളൂ, മറ്റേ 8 പോവും. അപ്പോൾ ചെയ്യുമ്പോൾ 0.263 കിട്ടും. അത് ബാക്കി I2ഉം I3ഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ I2ഉം I3 ആണ് കൂടുതൽ. അപ്പം കൂടുതലാകണം എന്നല്ലേ. അപ്പം ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡബ്ല്യു ഇൻഡെക്സിന്റെ വാല്യൂ. ഓക്കെ, അപ്പം ചെക്ക് ചെയ്യണം. അല്ലാതെ ആദ്യമേ കിട്ടുന്ന ഫൈ ഇൻഡെക്സും ആദ്യമേ കിട്ടുന്ന ഡബ്ല്യു ഇൻഡെക്സും ആകാൻ ചാൻസ് ഇല്ല. കറക്റ്റ് അത് ചെക്ക് ചെയ്ത് നോക്കി ഐയുടെ വാല്യൂ ഗ്രേറ്റർ ആണ് എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫൈ ഇൻഡെക്സും ഡബ്ല്യു ഇൻഡെക്സും ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ ആൻസർ ആയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ടേബിൾ ബിലോ ഗീവ്സ് ദി ടൈം ഡ്യൂറേഷൻ ഓഫ് എ റെയിൻഫോൾ ലാസ്റ്റിംഗ് ഫോർ 9 hours. 9 hours ലാസ്റ്റ് ചെയ്യുന്ന ഒരു റെയിൻഫോളിൻ്റെ ഓരോ ടൈമിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. റൺ ഓഫിൻ്റെ വാല്യൂ 9.3 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ ഡിറ്റർമൈൻ 5 ഇൻഡെക്സും അതുപോലെ തന്നെ ടൈം ഓഫ് റെയിൻഫോൾ എക്സസും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് അവറിൽ ഉള്ള റെയിൻഫോളിൻ്റെ എമൗണ്ട് 0.7 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് ഇൻ ഈച്ച് അവർ എന്നല്ലേ, അപ്പം അത് സെൻറ്റിമീറ്റർ പെർ അവർ എന്ന് തന്നെയുള്ളൊരു കാര്യം കൂടെ ഓർത്തേക്കണം. സെക്കൻഡ് അവറിൽ 1.4 സെൻറ്റിമീറ്റർ പെർ അവർ തന്നെയാണത്. ഓക്കെ, അങ്ങനെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ റെയിൻഫോൾ അല്ലേ, പിയുടെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷനകത്ത് ഡയറക്റ്റ് ഇട്ടാൽ മതി. 5 എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വലിയ നീണ്ടു പോകും. അതുകൊണ്ട് പി എന്താ നിങ്ങൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുവാണ്. എന്തെടുക്കണം? എല്ലാം കൂടെ ആഡ് ചെയ്യുക അല്ലേ. 0.7 + 1.4 + അങ്ങനെ എക്സെട്ര 0.5 വരെ ആഡ് ചെയ്യുമ്പം 16.7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനിയും ടോട്ടൽ റൺ ഓഫ് തന്നിട്ടുണ്ട്, 6ൻ്റെ വില തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 5 ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? P - R, അതാണ് 7.4 ഡിവൈഡ് ബൈ എഫക്റ്റീവ് ടൈം അല്ലേ. ഇവിടുത്തെ കേസിൽ അങ്ങനെ സെപ്പറേറ്റ് അല്ലല്ലോ, മൊത്തത്തിൽ 9 മണിക്കൂർ ഉണ്ടെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഡിവൈഡ് ബൈ 9 ചെയ്യുമ്പോൾ 0.822 സെൻറ്റിമീറ്റർ പെർ അവർ എന്ന് കിട്ടി. ഇനി ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യണം നമ്മുടെ ആ ഒരു റെയിൻഫോളിൻ്റെ വാല്യൂ വെച്ച്, ഇൻറ്റൻസിറ്റി വെച്ചിട്ട്. അപ്പോൾ ഇൻറ്റൻസിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പം മൂന്ന് സ്ഥലത്ത് അത് കുറവാണ് അല്ലേ. ഫസ്റ്റ് വണ്ണിൽ 0.7 ഉള്ളൂ, നമുക്ക് എത്ര 5 ഇൻഡെക്സ് കിട്ടിയത് 0.822. അപ്പം അവിടെ അത് കുറവാണ്. അതുപോലെ തന്നെ ബാക്കി 7ാമത്തെ വരെ കുഴപ്പമില്ല, അത് I ആണ് കൂടുതൽ. പിന്നെ 8th അവറിൻ്റെ വന്നപ്പം 0.8 ആണ് കിട്ടിയത് അല്ലേ. നമുക്ക് 0.822 ആണ്. അപ്പം അവിടെ 0.8 ആയതുകൊണ്ട് അത് കുറവാണ്. 9th അവറിലും 0.5 ഉള്ളൂ. അപ്പം ഫസ്റ്റ് അവറിൽ 8th അവറിൽ 9th അവറിലും ലെസ് ദാൻ ആണ് 0.822 അപ്പം അത് മൂന്നും റിമൂവ് ചെയ്തിട്ടുള്ള കണ്ടുപിടിക്കണം. 5 ഇൻഡെക്സ് ഒന്നുകൂടെ കണ്ടുപിടിക്കണം. അപ്പം പി എന്ന് പറയുന്നത് ആ 3 മൈനസ് ചെയ്യുക, അതിൽ നിന്ന് റൺ ഓഫ് മൈനസ് ചെയ്യുക, ഡിവൈഡ് ബൈ 9 അവർ ആണോ? അല്ല, 3 അവറിലെ കുറവായിരുന്നു അല്ലേ. അത് 3 നമ്മൾ മറ്റേടത്ത് 8 റിമൂവ് ചെയ്ത പോലെ ഇവിടെ ഓരോ മണിക്കൂറിൻ്റെ അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം 3 മണിക്കൂറിൻ്റെയും നമ്മൾ റിമൂവ് ചെയ്തു. അപ്പം ആ 9ൽ നിന്ന് 3 മൈനസ് ചെയ്യുക, അപ്പം എത്ര കിട്ടും? 6 കിട്ടും അല്ലേ. അപ്പം 5യുടെ വാല്യൂ 0.9 സെൻറ്റിമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഇനി ഇത് ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളിപ്പം കൺസിഡർ ചെയ്ത ആ ഒരു ഇൻറ്റൻസിറ്റി വെച്ച് നോക്കുമ്പോൾ അവിടെ എല്ലാം ബാക്കി എല്ലാ ഇൻറ്റൻസിറ്റി ഈ 0.9നേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഫൈനൽ 5 ഇൻഡെക്സ് ആയിട്ട് എടുക്കാം. ഇനി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ടൈം ഓഫ് റെയിൻഫോൾ എക്സസ് കണ്ടുപിടിക്കാനായിരുന്നു. ഓക്കെ, ടൈം ഓഫ് റെയിൻഫോൾ എക്സസ് എന്ന് വെച്ചാൽ ഈ 5 ഇൻഡെക്സിന് വേണ്ടി യൂസ് ചെയ്ത എഫക്റ്റീവ് ടൈം ഉണ്ടല്ലോ, അതായിരിക്കും ടൈം ഓഫ് റെയിൻഫോൾ എക്സസ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന എല്ലാ റെയിൻഫോളും അവിടെ റൺ ഓഫ് ആയിട്ട് അല്ലെങ്കിൽ എക്സസ് റെയിൻഫോൾ ആയിട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ ആ വാല്യൂ തന്നെയായിരിക്കും ടൈം ഓഫ് റെയിൻഫോൾ എക്സസ്. ഇനിയിപ്പം ജസ്റ്റ് നമുക്ക് റെയിൻഫോൾ എക്സസിന്റെ എമൗണ്ട് വേണമെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ്. ആ ഒരു ടേബിളിൽ കാണാം P മൈനസ് ആ ഒരു 5യുടെ വാല്യൂ. അപ്പം ഫസ്റ്റ് അവറിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. അപ്പം ഫസ്റ്റ് അവറിൽ റെയിൻഫോൾ എക്സസ് ഒന്നും ഇല്ല, 0. സെക്കൻഡ് അവറിൽ 1.4 ആയിരുന്നു നമ്മുടെ പിയുടെ വാല്യൂ, അതേ നിന്ന് എന്ത് കുറയ്ക്കണം? 0.9 കുറയ്ക്കുമ്പോൾ 0.5 എന്ന് കിട്ടും. തേർഡ് അവറിൽ 2.4 നിന്ന് 0.9 കുറയ്ക്കുമ്പോൾ 1.5 കിട്ടും. അങ്ങനെ 7ാമത്തെ ഒരു കണ്ടുപിടിക്കുക. 8ാമത്തെ 9ാമത്തെ നമ്മൾ കൺസിഡർ ചെയ്തില്ലല്ലോ, അത് 0 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് അതൊന്ന് നമുക്ക് ക്വസ്റ്റിനകത്ത് അങ്ങനെ അത് കണ്ടുപിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ജസ്റ്റ് എക്സസ് റെയിൻഫോൾ ഉണ്ടാകുന്ന ടൈമും 5 ഇൻഡെക്സിന്റെ വാല്യൂ കാണാനായിരുന്നു. അപ്പോൾ അത് രണ്ടുമാണ് നമ്മുടെ വാല്യൂസ്. 0.9 സെൻറ്റിമീറ്റർ പെർ അവർ 5 ഇൻഡെക്സും ടൈം ഓഫ് റെയിൻഫോൾ എക്സസ് 6 hours ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ കാഷ്മെന്റ് ഓഫ് 8.6 കിലോമീറ്റർ സ്ക്വയർ ഏരിയ, 8.6 കിലോമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു കാഷ്മെന്റ് ഉണ്ട്. ദ മാസ് കർവ് ഓഫ് റെയിൻഫോൾ ഓഫ് 4 hour സ്റ്റോം ഇസ് ഗിവൺ. അപ്പം മാസ് കർവും തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദി എഫക്റ്റീവ് റെയിൻഫോൾ ഹൈറ്റോഗ്രാഫ് ആൻഡ് വോളിയം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ്. എഫക്റ്റീവ് റെയിൻഫോൾ ഹൈറ്റോഗ്രാഫിൻ്റെ ആ ഒരു ഗ്രാഫും കിട്ടണം, വോളിയം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് നമുക്ക് കണ്ടുപിടിക്കണം. ടേക്കിംഗ് 5 ഇൻഡെക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റിനകത്ത് ഈ ഒരു ടേബിളാണ് തന്നിരിക്കുന്നത്. ടൈം ഫ്രം സ്റ്റാർട്ട് ഓഫ് ദിസ്, അപ്പം 0 അവറിൽ റെയിൻഫോൾ 0 ആയിരിക്കും. 0.5 എന്ന് വെച്ചാൽ 30 മിനിറ്റ് കഴിയുമ്പോൾ 0.5 അവർ ആകുമ്പം 0.4 സെൻറ്റിമീറ്റർ റെയിൻഫോൾ ഉണ്ടാകും. 1 അവർ ആകുമ്പോൾ 1.1, അങ്ങനെ ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫോർ എനി ടൈം ഇൻട്രവൽ Δt എഫക്റ്റീവ് റെയിൻഫോൾ എന്ന് പറയുന്നത് നമുക്ക് കയ്യിലുള്ള പിയിൽ നിന്ന്
ഫൈയുടെ വാല്യൂ ഉണ്ടല്ലോ അത് ഇൻറ്റു ഡെൽറ്റ ടി ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് റെയിൻഫോൾ കിട്ടും എന്നാണ്. ഓക്കെ, അപ്പം ഫോർ ദി ഡാറ്റ ഗിവൺ എബോ, മേളിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ ഡെൽറ്റ ടി അല്ലെങ്കിൽ ടൈം ഇൻ്റർവൽ എത്രയാണ്? 0.5 അവർ അല്ലേ? ഓരോ 0.5 അവർ ആണല്ലോ, 30 മിനിറ്റ് ആണല്ലോ ടൈം ഇൻ്റർവൽ. അപ്പോൾ 0.5 അവേഴ്സ് ആണ് നമ്മുടെ ഡെൽറ്റ ടി. അപ്പോൾ നമ്മുടെ ഫൈ ഇൻഡെക്സ് അല്ലെങ്കിൽ ഫൈ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ നമുക്ക് എത്ര നിൽക്കുന്നത്? 0.8. അതിൻ്റെ കൂടെ ഡെൽറ്റ ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.4 സെൻറ്റിമീറ്റർ കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ അതും ഓർത്ത് വെക്കുക. ഇനിയും കമ്പ്യൂട്ടേഷൻ ഫോർ ഓർഡിനേറ്റ്സ് ഓഫ് എഫക്റ്റീവ് റെയിൻഫോൾ ഹൈറ്റോഗ്രാഫ്. അപ്പം നമുക്ക് ഹൈറ്റോഗ്രാഫ് വരയ്ക്കണം. ഓക്കെ, ഈ ഒരു ഗ്രാഫ് വരയ്ക്കണം. അത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല കേട്ടോ, ക്വസ്റ്റിനകത്ത് ഈ ടേബിൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പം ആ ഒരു ഹൈറ്റോഗ്രാഫോ അല്ലെങ്കിൽ ഹൈറ്റോഗ്രാഫ് എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ഓർഡിനേറ്റ്സ് ഓരോ വാല്യൂസ് എത്രയാണെന്ന് കാണണം. അതിന് അടുത്ത സ്ലൈഡിൽ ഞാൻ ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ചാണ് ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആ ടേബിളിൽ കോളം 7 എന്ന് പറയുന്നത് എഫക്റ്റീവ് റെയിൻഫോളിന്റെ ഹൈറ്റോഗ്രാഫിന്റെ വാല്യൂ, അതിനെ ERH എന്ന് ഡിനോട്ട് ചെയ്യാം, എഫക്റ്റീവ് റെയിൻഫോൾ ഹൈറ്റോഗ്രാഫ്. ആ ഒരു 7th കോളത്തിന്റെ വാല്യൂ വെച്ചിട്ടാണ് ഈ ഒരു ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഗ്രാഫിനെയാണ് നമ്മൾ ERH അല്ലെങ്കിൽ എഫക്റ്റീവ് റെയിൻഫോൾ ഹൈറ്റോഗ്രാഫ് ഓഫ് ദി സ്റ്റോം എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ആ ടേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റിനകത്ത് ഇപ്പം എന്താ തന്നിരിക്കുന്നത്? ടൈമും തന്നിട്ടുണ്ട്, അക്യുമുലേറ്റഡ് റെയിൻഫോളിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 5 ഇൻറ്റു ഡെൽറ്റ ടി എന്നുള്ളത് 0.8 ഇൻറ്റു 0.5 വെച്ചിട്ട് 0.4 സെൻറ്റിമീറ്റർ എന്നുകൊണ്ട് കണ്ടുപിടിച്ചു. ഇനി ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ടേബിൾ ഒന്ന് ഇങ്ങനെ തിരിച്ചെഴുതുക, ടൈം എഴുതുക, നമ്മുടെ ഡെൽറ്റ ടിയുടെ വാല്യൂ ഉണ്ടല്ലോ അത് നമുക്കറിയാം 0.5 അതെല്ലാം അതേപോലെ അങ്ങ് എഴുതുക. മൊത്തം 0.5 തന്നെയാണ്. പിന്നെ അക്യുമുലേറ്റഡ് റെയിൻഫോളിന്റെ വാല്യൂ സെൻറ്റിമീറ്റർ ഉള്ള വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കുന്നത്? അടുത്തത് ഡെപ്ത് ഓഫ് റെയിൻഫോൾ അല്ലേ? ഡെപ്ത് ഓഫ് റെയിൻഫോൾ ഇൻ ഡെൽറ്റ ടി, ഓരോ ഡെൽറ്റ ടി അവറിലുള്ളത് അല്ലെങ്കിൽ ഓരോ 30 മിനിറ്റ് കൂടുമ്പോൾ ഉള്ള റെയിൻഫോളിന്റെ എമൗണ്ട് വേണം. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റഡ് ആണ്. 0.4 ആയിരുന്നു, പിന്നെ 0.4ൻ്റെ കൂടെ ബാക്കി കൂടെ ആഡ് ചെയ്ത് 1.1 ആയി. അങ്ങനെ ക്യുമുലേറ്റീവ് എമൗണ്ട് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡെപ്ത് ഓഫ് റെയിൻഫോൾ ഇൻ ഡെൽറ്റ ടി ഓരോ അത്രയും 30 മിനിറ്റിലുള്ള കാണണമെങ്കിൽ എന്തെടുക്കണം? ആദ്യത്തത് ആ 0.4 അതേപോലെ എഴുതുക. അടുത്തത് 0.7 എങ്ങനെ കിട്ടുന്നത്? 1.1 നിന്ന് 0.4 കുറയ്ക്കുമ്പോൾ 0.7 കിട്ടും. 2.3 നിന്ന് 1.1 കുറയ്ക്കുമ്പോൾ 1.2 കിട്ടും. അങ്ങനെ കുറച്ച് എഴുതിയതാണ് ഡെപ്ത് ഓഫ് റെയിൻഫോൾ ഇൻ ഡെൽറ്റ ടി എന്ന് പറഞ്ഞിട്ട് സെൻറ്റിമീറ്ററിലെ വാല്യൂ. അപ്പോൾ അത് 4th കോളം. ഇനി അടുത്ത കോളം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡെൽറ്റ ഇൻഡെക്സ് ഫൈ ഇൻഡെക്സ് ഇൻറ്റു ഡെൽറ്റ ടി എന്നൊരു വാല്യൂ ഉണ്ടല്ലോ 0.4 എന്ന് പറഞ്ഞിട്ട്, അതല്ല അതേപോലെ അങ്ങ് എഴുതുക. ഇനി അടുത്ത എന്താണ് നമുക്ക് വേണ്ടത്? എഫക്റ്റീവ് റെയിൻഫോൾ ആണ് വേണ്ടത്. എഫക്റ്റീവ് റെയിൻഫോൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ 4th കോളത്തിൽ നിന്ന് ഈ 5th കോളത്തിൽ ആ വാല്യൂ മൈനസ് ചെയ്യുക. 0.4 മൈനസ് 0.4 അത് 0 ആവും. 0.7 നിന്ന് 0.4 കുറച്ച് 0.3 കിട്ടും. അങ്ങനെ ആ കോളം ഫുൾ എഴുതുക. ഇനി അടുത്തത് എന്താ വേണ്ടത് നമുക്ക്? ഇപ്പം ഇത് സെൻറ്റിമീറ്ററിലെ വാല്യൂ ആയാലും ഇന്റൻസിറ്റി ഓഫ് എഫക്റ്റീവ് റെയിൻഫോൾ വേണം, സെൻറ്റിമീറ്റർ പെർ അവറിലെ വേണം. അതിനെന്തെടുക്കണം? ആ 6th കോളത്തിനെ ഡെൽറ്റ ടി വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. 0.3 ഡിവൈഡ് ബൈ ഡെൽറ്റ 0.5 ചെയ്യുമ്പം 0.6 കിട്ടും. 0.8 ഡിവൈഡ് ബൈ 0.5 ചെയ്യുമ്പോൾ 1.6 കിട്ടും. അങ്ങനെ ആ കോളം കണ്ടുപിടിക്കാം. അപ്പം ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോൾ. ഇനി ആ ലാസ്റ്റ് 7th കോളം വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഹൈറ്റോഗ്രാഫ് അല്ലേ? ഹൈറ്റോഗ്രാഫ് എന്ന് വെച്ചാൽ y ആക്സിസിൽ ഇന്റൻസിറ്റി ഓഫ് റെയിൻഫോളും താഴെ എന്താ? ടൈമും ആണ് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ആ ഗ്രാഫിലോട്ട് പോകാം. അപ്പം റെയിൻഫോൾ ഇന്റൻസിറ്റിയും ടൈമും വെച്ചിട്ട് ഗ്രാഫ് 0 തൊട്ട് 0.5 അവറിലൊന്നും ഇല്ലായിരുന്നല്ലേ, 0 തന്നെയായിരുന്നു. ഇനി 0.5 തൊട്ട് 1 അവർ, ആ അരമണിക്കൂറിൽ 0.6 ആയിരുന്നു നമുക്ക് കിട്ടിയത്. അടുത്ത 1 to 1.5 നമുക്ക് 1.6 ആണ്. അപ്പം ഇതിങ്ങനെ ഒരു ബാർ ചാർട്ട് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ബാർ ചാർട്ട് പോലെ മാർക്ക് ആക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റിനകത്ത് എന്താ പറഞ്ഞത്? ഡയറക്റ്റ് റൺ ഓഫിന്റെ ടോട്ടൽ എഫക്റ്റീവ് റെയിൻഫോൾ കണ്ടുപിടിക്കാനും പിന്നെ വോളിയം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് കണ്ടുപിടിക്കാനാണ് അല്ലേ? അപ്പം ഡയറക്റ്റ് റൺ ഓഫ് ഡ്യൂ ടു സ്റ്റോം എന്ന് പറഞ്ഞാൽ ടോട്ടൽ എഫക്റ്റീവ് റെയിൻഫോൾ ആണ്. അതെന്ന് പറയുന്നത് ഈ നമ്മുടെ എഫക്റ്റീവ് റെയിൻഫോൾ ഹൈറ്റോഗ്രാഫില്ലേ അതിന്റെ എല്ലാതിൻ്റെയും ഓർഡിനേറ്റ്സിന്റെ സമ്മ് ഇൻറ്റു ഡെൽറ്റ ടി ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് കോളമല്ലേ 0.6 പ്ലസ് 1.6 പ്ലസ് 2.2 അതിൻ്റെ എല്ലാം കൂടെ സം ഇൻറ്റു ഡെൽറ്റ ടി എത്ര ഇവിടെ 0.5 അല്ലേ, 30 മിനിറ്റ് കൂടുമ്പോഴല്ലേ, അപ്പം അരമണിക്കൂറാണല്ലോ, അപ്പോൾ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം കിട്ടുന്നതായിരിക്കും ടോട്ടൽ എഫക്റ്റീവ് റെയിൻഫോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് റൺ ഓഫ് എന്ന് പറയുന്നത്. റൺ ഓഫ് ആയിട്ട് പോകുന്നത് ഇത്രയും 3.5 സെൻറ്റിമീറ്ററോളം വെള്ളം അങ്ങ് ഫ്ലോ ചെയ്യത്തേ ഉള്ളൂ, താഴോട്ട് ഇൻഫിൽട്രേറ്റ് ആകത്തില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം.
പർട്ടിക്കുലർ ഏരിയയിൽ എന്തുമാത്രം വോളിയം ഉണ്ടായെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 3.5 സെൻറ്റിമീറ്റർ ആണല്ലോ, നമുക്ക് മീറ്റർ ക്യൂബിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3.5 ഡിവൈഡ് ബൈ 100 ചെയ്യുക മീറ്ററിലാക്കാൻ വേണ്ടി. ഇൻറ്റു നമുക്ക് ഏരിയ എത്രയാണെന്ന ക്വസ്റ്റിനെ പറഞ്ഞത് 8.6 കിലോമീറ്റർ സ്ക്വയർ ഏരിയ എന്നല്ല. അപ്പോൾ 8.6 ഇൻറ്റു കിലോമീറ്ററിനെ മാറ്റാൻ വേണ്ടി ഇൻറ്റു 1000, അതായത് ഹോൾ സ്ക്വയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും? 30.1 ഇൻറ്റു 10⁴ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പം നമുക്ക് മീറ്റർ ക്യൂബിൽ വോളിയം കിട്ടി. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ റേറ്റ് ഓഫ് റെയിൻഫോൾ ഫോർ സക്സസീവ് 30 മിനിറ്റ്സ് പീരിയഡ് ഓഫ് എ 4 hour സ്റ്റോം ആർ അസ് ഫോളോ. അപ്പം 4 മണിക്കൂർക്കുള്ള ഒരു റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോളിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. അത് ഓരോന്നും ഓരോ 30 മിനിറ്റിൽ എടുത്ത വാല്യൂസ് ആണ്. ഓക്കെ, ഇൻറ്റൻസിറ്റിയിൽ സെൻറ്റിമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. അപ്പം ടേക്കിംഗ് എ വാല്യൂ ഓഫ് ഫൈവ് ഇൻഡെക്സിൻ്റെ വാല്യൂ നമുക്ക് 4.5 സെൻറ്റിമീറ്റർ പെർ അവറിന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പം ടോട്ടൽ റെയിൻഫോളിൻ്റെ വാല്യൂവും പിയുടെ വാല്യൂവും ടോട്ടൽ റെയിൻഫോൾ എക്സസ് ആയിട്ട് എന്തുമാത്രം റെയിൻഫോൾ എക്സസ് എന്തുമാത്രം ഉണ്ടായെന്നും ആ ടോട്ടൽ റെയിൻഫോൾ എക്സസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? റൺ ഓഫിൻ്റെ വാല്യൂ അല്ലേ, അത് കണ്ടുപിടിക്കാനും പിന്നെ W ഇൻഡെക്സ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്തെടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതെന്ന് ഉദ്ദേശിച്ചത് റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയും ടൈമും വെച്ചിട്ട് ഹൈറ്റോഗ്രാഫ് വരച്ചു. അപ്പം 0 to 30 മിനിറ്റിൽ എത്രയാണ്? 3.5 അല്ലേ. 3.5 ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ബാർ ചാർട്ട് പോലെ ആക്കാൻ വേണ്ടി. അടുത്തത് 30 to 60 മിനിറ്റിൽ 6.5 ആണ്. അപ്പോൾ 6.5 മാർക്ക് ചെയ്തിട്ട് അത് അങ്ങോട്ട് മേലോട്ട് വെർട്ടിക്കലി ജോയിൻ ചെയ്ത് അങ്ങനെ മാർക്ക് ചെയ്ത് ഓരോ 30 മിനിറ്റ് അല്ലെങ്കിൽ 4 മണിക്കൂർ വരെ, അപ്പോൾ 240 മിനിറ്റ് വരെ ഉള്ളത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി 5 ഇൻഡെക്സും കൂടെ മാർക്ക് ചെയ്തു. 5 ഇൻഡെക്സ് 4.5 ആണ്, അതും മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് സംഭവം വേണ്ടതെന്ന് പറഞ്ഞാൽ ആ മേളത്തെ പോർഷൻ അല്ലേ ഹാച്ച് ചെയ്ത്, അതാണ് ശരിക്കും പറഞ്ഞാൽ റെയിൻഫോൾ എക്സസ്. താഴെയുള്ള പോർഷൻ എന്ന് വെച്ചാൽ റൺ ഓഫ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ റെയിൻഫോൾ കണ്ടുപിടിക്കണം. ഈ ടേബിൾ വരച്ച് ഇങ്ങനെ ഗ്രാഫ് വരച്ചില്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് കാണാം, അതിൻ്റെ ആവശ്യം ഇല്ല. ഇനി ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ മാത്രം ഗ്രാഫ് വരച്ചാലും മതി. അപ്പോൾ ടോട്ടൽ റെയിൻഫോൾ കാണാൻ വേണ്ടി എന്തെടുക്കണമെന്ന് വെച്ചാൽ ഈ 3.5ഉം 6.5 ഒക്കെ ഇല്ലേ, അതിനെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇൻറ്റു എത്രയാണ് ആ ഒരു ടൈം ഇൻ്റർവൽ? അരമണിക്കൂറാണല്ലോ അല്ലേ. അതിനെ ഇൻറ്റു 0.5 അല്ലെങ്കിൽ 30 മിനിറ്റ് ആണല്ലോ. 30 ഡിവൈഡ് ബൈ അതിനെ അവർ ആക്കാൻ വേണ്ടി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നമുക്ക് ടോട്ടൽ റെയിൻഫോൾ കിട്ടി. ഇതിപ്പം സെൻറ്റിമീറ്റർ പെർ അവറിൽ അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയുടെ ഫോമിലായിരുന്നു തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് റെയിൻഫോൾ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിൽ വേണം. അപ്പം നമുക്ക് അതിനോട് ആഡ് ചെയ്യുക, ഇൻറ്റു 0.5 ചെയ്താൽ മതി, നമുക്ക് സെൻറ്റിമീറ്ററിൽ കിട്ടും. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ റെയിൻഫോൾ എക്സസ് അല്ലെങ്കിൽ റൺ ഓഫിന്റെ വാല്യൂ, അത് അങ്ങനെ ഉദ്ദേശിക്കണം കേട്ടോ. ആറിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ ഒരു ഗ്രാഫിൽ ഹാഷ്ഡ് ആയിട്ടുള്ള ഏരിയാസ് കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ശരിക്കും 3.5 കൺസിഡർ ചെയ്യേണ്ട, കാരണം അത് 5 ഇൻഡെക്സിനേക്കാളും താഴ്ന്നാണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട. അടുത്തത് 6.5 ഇല്ല. 6.5 4.5 കുറയ്ക്കുക, പ്ലസ് 8.5 4.5 കുറയ്ക്കുക, പ്ലസ് 7.8 4.5 കുറയ്ക്കുക, പ്ലസ് 5.4 4.5 കുറയ്ക്കുക. പിന്നെ അടുത്ത് 4 കൺസിഡർ ചെയ്യേണ്ട, അത് താഴെ ആയതുകൊണ്ട്. അടുത്തത് പ്ലസ് 6 4.5 കുറയ്ക്കുക. ഓക്കെ, അതിൻ്റെ എല്ലാ സമ്മ് ഇൻറ്റു നമുക്ക് സെൻറ്റിമീറ്ററിലാണല്ലോ വേണ്ടത്, ഇൻറ്റു 0.5 എന്ന് വെച്ചാൽ ആ 30 മിനിറ്റ് ഡിവൈഡ് ബൈ അതിനെ അവർ ആക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 60 ചെയ്തു. അപ്പം 6.35 സെൻറ്റിമീറ്ററിന് നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും. പിന്നെ ക്വസ്റ്റൻ എന്താ അടുത്തത്? W ഇൻഡെക്സ് കാണാൻ. W ഇൻഡെക്സ് കാണാൻ ലൊക്കേഷൻ P - I/TE എന്നല്ലേ, ഡിവൈഡ് ബൈ ടൈം ഇൻ്റർവൽ എന്നാണല്ലോ. അപ്പം ഈ ഒരു കേസിനകത്ത് ഐയുടെ വാല്യൂ ഒന്നും തന്നിട്ടുണ്ടോ? അപ്പോൾ I 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഡിവൈഡ് ബൈ 4 അവറിൻ്റെ സ്റ്റോം അല്ലേ, ഡിവൈഡ് ബൈ 4 ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്തെടുത്തു? അതായിരിക്കും നമ്മുടെ സെൻറ്റിമീറ്റർ പെർ അവറിൽ 4.25 സെൻറ്റിമീറ്റർ പെർ അവർ. അതാണ് നമ്മുടെ ഇവിടുത്തെ 5 ഇൻഡെക്സ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താ എടുത്തത്? 4 അവർ സ്റ്റോം ആയിരുന്നു. 30 മിനിറ്റ് കൂടുമ്പോൾ ഉള്ള വാല്യൂസ് വന്നിട്ടുണ്ട്. 5 ഇൻഡെക്സിന് വാല്യൂ വന്നിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുക, നിങ്ങൾ പഠിക്കുക, അത് നല്ലതാണ്. ഗ്രാഫ് വരയ്ക്കുക, ഇൻറ്റൻസിറ്റി Y ആക്സിസിലും ടൈം X ആക്സിസിലും വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുക. 5 ഇൻഡെക്സ് മാർക്ക് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കൺസിഡർ ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടെന്നുള്ളത്. കറക്റ്റായിട്ട് വരച്ചാൽ മതി. ടോട്ടൽ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ആഡ് ചെയ്യുക. സെൻറ്റിമീറ്റർ പെർ അവർ ആയതുകൊണ്ട് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഇൻറ്റു 30 മിനിറ്റ്സ് ആണല്ലോ, ഓരോ 30 മിനിറ്റ് കൂടുമ്പോൾ ഇൻറ്റു 30 മിനിറ്റ് അതിനെ അവർ ആക്കാൻ വേണ്ടി ഡിവൈഡ് ബൈ 60 ചെയ്തു, P കിട്ടി. ഇനി ടോട്ടൽ റെയിൻഫോൾ എക്സസ് എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ, അതെന്ന് പറഞ്ഞാൽ ആ ഹാഷ്ഡ് ഏരിയ ആണ്. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. ഇപ്പം ഗ്രാഫ് വെച്ചിട്ട് അല്ലെങ്കിൽ 4.5 താഴെയുള്ളതൊന്നും നോക്കണ്ട. അപ്പം 3.5 പിന്നെ 4ന്റെ വാല്യൂ ഉണ്ടല്ലോ,
രണ്ട് 4ന്റെ വാല്യൂ ഉണ്ട്, അത് രണ്ടും കൺസിഡർ ചെയ്യേണ്ട. 150 തൊട്ട് 210 വരെയുള്ള ടൈം ഇന്റർവൽ 2 പ്രാവശ്യം 4 ഉണ്ട്, അതാണ് അവിടെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അത്ര നീണ്ടിരിക്കുന്നത്. ഓക്കെ, അത് രണ്ടും കൺസിഡർ ചെയ്യേണ്ടത് മനസ്സിലാവും. പിന്നെ ബാക്കി എല്ലാത്തിനകത്തും 5യുടെ വാല്യൂ കുറച്ചിട്ട് ഇൻറ്റു 30/60 ചെയ്താലും മതി, ഗ്രാഫ് വരച്ചില്ലെങ്കിൽ. പിന്നെ W ഇൻഡെക്സ് ആണ്, ഐയുടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് അത് -0 ആണ്. ഡിവൈഡ് ബൈ 4 അവർ സ്റ്റോം ആണല്ലോ, ഡിവൈഡ് ബൈ 4. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, സിമ്പിളാണിതും. ചെയ്തിരിക്കുന്ന രീതി ഒരു വേറെയാണ്, നിങ്ങൾക്ക് മനസ്സിലായി മറ്റേ രീതി പോലെ ചെയ്താൽ മതി. ക്വസ്റ്റിനകത്ത് എ 12 അവർ സ്റ്റോം റെയിൻഫോൾ വിത്ത് ദി ഫോളോയിങ് ഡെപ്ത് ഇൻ സെന്റിമീറ്റർ. അപ്പം 12 അവർ ആണ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്, ഓരോ മണിക്കൂറിലെയും സെന്റിമീറ്ററിലുള്ള precipitation വാല്യൂ, റെയിൻഫോളിന്റെ വില തന്നിട്ടുണ്ട്. സർഫസ് റൺ ഓഫ് തന്നിട്ടുണ്ട് 25.5 സെന്റിമീറ്റർ. ഡിറ്റർമൈൻ ദി ആവറേജ് ഇൻഫിൽട്രേഷൻ ഇൻഡെക്സ് എന്ന് വെച്ചാൽ 5 ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം ടോട്ടൽ റെയിൻഫോൾ 12 മണിക്കൂറിനാണ്. അപ്പോൾ ടോട്ടൽ റെയിൻഫോൾ കാണുന്നത് എങ്ങനെയാണ്, എല്ലാം കൂടെ ആഡ് ചെയ്യുക അല്ലേ, 61.5 സെന്റിമീറ്റർ കിട്ടും. റൺ ഓഫ് വന്നിട്ടുണ്ട് 25.5 സെന്റിമീറ്റർ. അപ്പം നമുക്ക് 5 ഇൻഡെക്സ് കാണുന്നത് എങ്ങനെയാ, P-R/TE. TE എന്ന് പറഞ്ഞാൽ 12 അവർ, 3 cm/h നീട്ടി. ഇനി ഈ 3 cm/h കുറവായിട്ട് എന്തെങ്കിലും ഇന്റൻസിറ്റി ഉണ്ടോ നോക്കുക അല്ലേ, ചെക്ക് ചെയ്യണമല്ലോ. ഇത് ഉറപ്പാക്കുന്നതിന് മുന്നേ ചെക്ക് ചെയ്യുമ്പോഴേക്കും നോക്കിയേ, ഫസ്റ്റ് 1 തന്നെ കുറവാണ്, സെക്കൻഡ് 1ഉം കുറവാണ്, 3നേക്കാളും കുറവ് രണ്ടും. പിന്നെ ഉള്ളത് ലാസ്റ്റത്തെ 2 11th 1.4ഉം 1.4ഉം ആണ് അല്ലേ. ഇനി എന്തെടുക്കണം, ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നതിനകത്ത് അവർ വേറൊരു മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ അങ്ങനെ നോക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ചെയ്താൽ മതി. ഇനി എന്തെടുക്കണം, ആ 4 എണ്ണം, ഈ 4 എണ്ണം, ആ 2ഉം 2.5ഉം ലാസ്റ്റത്തെ 1.4ഉം ലാസ്റ്റത്തെ 2 1.4ഉം കൂടെ റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടെ P കണ്ടുപിടിക്കുക, അതിൽ നിന്ന് റൺ ഓഫ് കുറയ്ക്കുക, ഡിവൈഡ് ബൈ ടൈം അപ്പം മാറും അല്ലേ. 12 മണിക്കൂറിനകത്ത് 4 മണിക്കൂറിലെ precipitation നമ്മൾ റിമൂവ് ചെയ്തു, അപ്പം ഡിവൈഡ് ബൈ 12 4 മൈനസ് ചെയ്ത് ബാക്കി ഡിവൈഡ് ബൈ 8 ഉള്ളൂ. അപ്പോൾ 5 ഇൻഡെക്സ് കണ്ടുപിടിക്കുക. ആ 5 ഇൻഡെക്സ് എന്ന് പറയുന്നത് 3.6 cm/h ആയിരിക്കും. ഇവർ വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ഇതാണ് ഹോംവർക്ക് ക്വസ്റ്റൻ ആണ്. ലെക്ചർ നോട്ട് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഫോളോയിങ് റേറ്റ് ഓഫ് റെയിൻഫോൾ ഫോർ 30 മിനിറ്റ് സക്സസീവ് ആയിട്ടുള്ള ഡ്യൂറേഷൻ, മൊത്തത്തിൽ 210 മിനിറ്റ് റെയിൻഫോൾ ഉണ്ട്. ഓരോ 30 മിനിറ്റിൻ്റെയും എന്ത് വന്നിട്ടുണ്ട്, റെയിൻഫോൾ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ വന്നിട്ടുണ്ട്. ടേക്കിംഗ് 5 ഇൻഡെക്സ് ആയിട്ടോ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുന്നത്. 5 ഇൻഡെക്സിന്റെ വാല്യൂ 4.5 cm/h എന്ന് അസ്യൂം ചെയ്യുക. ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് റൺ ഓഫ് കണ്ടുപിടിക്കുക, ടോട്ടൽ റെയിൻഫോൾ കണ്ടുപിടിക്കുക, 5 ഇൻഡെക്സ് കണ്ടുപിടിക്കുക. നമ്മൾ തൊട്ട് മുന്നേ അല്ല അതിന് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ഒരു ഗ്രാഫ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ അതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പം ടോട്ടൽ റെയിൻഫോൾ ആദ്യം കണ്ടുപിടിക്കുക, cm/h ആയതുകൊണ്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുക, ഇൻറ്റു 30/60 ചെയ്യുക. പിന്നെ 5 ഇൻഡെക്സ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് 5 ഇൻഡെക്സിലും താഴെയുള്ള വാല്യൂസ് എന്തെങ്കിലും ഇന്റൻസിറ്റിയിൽ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ബാക്കി എല്ലാത്തിനകത്തും 5 ഇൻഡെക്സിന്റെ വാല്യൂ കുറച്ചിട്ട് ഇൻറ്റു 30/60 ചെയ്യുമ്പം റൺ ഓഫ് കിട്ടും, അല്ലെങ്കിൽ ടോട്ടൽ റെയിൻഫോൾ എക്സസ് ഇല്ലേ ആ സാധനം കിട്ടും. അപ്പം Pയും കിട്ടും, റൺ ഓഫ് Rഉം കിട്ടിക്കഴിഞ്ഞാൽ W ഇൻഡെക്സ് കാണാം. ഈ ക്വസ്റ്റിനകത്ത് ഇനീഷ്യൽ ലോസ് തന്നിട്ടില്ല, അപ്പം പിന്നെ മറ്റേതുപോലെ തന്നെ P-R/TE മാത്രമേ ഉള്ളൂ. എത്ര മണിക്കൂറായി, 210 മിനിറ്റ് അല്ലേ, എന്ന് വെച്ചാൽ എത്ര മണിക്കൂറാന്ന് കണ്ടുപിടിക്കുക. 3.5 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഡിവൈഡ് ബൈ 3.5 ചെയ്യുക, അത്രയും cm/h. കാരണം നമുക്ക് cm/h വേണ്ടത്, അതുകൊണ്ടാണ് മിനിറ്റിനെ മാറ്റുന്നത്. അപ്പോൾ അത്രയും W ഇൻഡെക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ലെക്ചർ നോട്ടിൻ്റെ കൂടെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് എഴുതണം. ബാക്കി മറ്റേ പ്രോബ്ലം ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ എനിക്ക് ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാലും മതി, പറഞ്ഞുതരാം. ഓക്കെ, എനിക്ക് തോന്നുന്നു പുന്മയുടെ ടെസ്റ്റിനകത്തൊക്കെ ഉള്ള പ്രോബ്ലംസ് തന്നെയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ടെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാലും മതി, മനസ്സിലാവും കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് പോലെ വെച്ചിരിക്കുമല്ലേ, അപ്പം കാണാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ.